നമ്മളിപ്പോൾ ഉള്ളത് പൂവാർ, കാഞ്ഞിരംകുളം പൂവാറിലെ കണ്ടൽക്കാടിൽ കൂടിയുള്ള ഒരു ബോട്ട് യാത്രയാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ടൂറിസ്റ്റ് ബോട്ടിങ്ങാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നിറയെ ബോട്ടുകൾ വരി വരിയായിട്ട് പോകുന്ന കാഴ്ച കാണാം നമുക്ക്. May 24 പൂവാർ കണ്ടൽക്കാടിൽ കൂടി ബോട്ട് യാത്ര. കിട്ടോ? നമ്മുടെ മെയിൻ റോഡിനെക്കാട്ടി റഷ് പോലെ തോന്നുന്നു. ഇഷ്ടം പോലെ ബസ്, ബോട്ടുകൾ. വേലി ഇറക്കായതുകൊണ്ട് വെള്ളം നല്ല കുറവാണ്, അല്ലെങ്കിൽ ഇതിന്റെ മേളിൽ വെള്ളം ഉണ്ടാവും. അതായത് പൊഴി അടഞ്ഞിട്ടില്ല, കടലിലോട്ട് ഇപ്പോഴും വെള്ളം പൊട്ടിക്കൊണ്ടിരിക്കും. ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ ഉണ്ട്. അതായത് പൊഴിയുടെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, അതിന്റെ തൊട്ട് മുന്നിലാണ്. ഒരു ഫ്രൂട്ട് ഉണ്ട്, അത് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പോയിസൺ ഫ്രൂട്ടാണ്. നമ്മൾ ഒതളങ്ങി എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? വിശക്കാന്ന് പറയും. അതെ, വിശക്കാന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ?
ബാംബൂസ് ട്രീസ്. ഇവിടെ എല്ലാം ഇങ്ങനത്തെ ബോട്ട്. മെയിൻ റോഡിനായിട്ട് തിരക്കാണ്. സൺഡേ അല്ലേ, സൺഡേ. ട്രാഫിക് സിഗ്നലാണ് ഇടേണ്ടായിരുന്നു. ട്രാഫിക് സിഗ്നലാണ് ഡ്യൂട്ടിക്ക് ഇടേണ്ടത്. ലൈനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ബാക്കിലുണ്ടെന്ന് പോലെ അല്ലേ പോയിട്ട് വന്നാൽ ലേറ്റ് ആയി പോകും. രാത്രി പിന്നെ ഇരുട്ടൊന്നും കാണാൻ പറ്റില്ല. പുറകിൽ വരി വരിയായ നിറയെ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ട്രാഫിക് ജാം ആകുമോ എന്നാണ് ഡൗട്ട്. ഇടവഴിയിലോട്ട് കയറുന്നു. കായൽപ്പരപ്പിൽ കൂടി അങ്ങനെ ഒഴുകി പോകുന്നത് പോലെ വല്ലാത്തൊരു അനുഭവമാണ്. നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യാനായി വേറൊരു വണ്ടിയുടെ ശ്രമം. എവിടെ ചെന്നാലും മത്സരങ്ങൾ തന്നെ. പൊഴി അടഞ്ഞിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും പൂവാറിലെ ഈ കായലിലെ വെള്ളം കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
ഒരാൾ ചൂണ്ടയുമായിട്ട് കരയിൽ ഇരിപ്പുണ്ട്. എല്ലാം നടക്കുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ഒരാൾ അങ്ങനെ ചൂണ്ടയിട്ടിരിക്കുന്നു. ഫിഷ് പിടിക്കുന്നത് കണ്ട, ഫിഷ് പിടിക്കുന്നത് ഈ കൊക്കും അതിനാണ് ഇരിക്കുന്നത്, ഫിഷിനെ പിടിക്കാൻ. ഇത്ര നേരം ഇരിക്കേണ്ടി വരുമോ എന്തോ. ശരിക്കും കിഴക്കേക്കോട്ടെക്കാട്ടി തിരക്കായി. എന്താ ചെയ്യുക, എവിടെ ചെന്നാലും തിരക്ക്.